പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി മേൽവിലാസത്തിനായി ഉപയോഗിച്ചിരുന്ന റേഷൻ കാർഡ് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് അടൂർ RDOയുടെ നടപടി. വ്യാജരേഖ ചമച്ച് പേര് ചേർത്തെന്ന പരാതിയിലാണ് ശ്രീനാദേവിയുടെ റേഷൻ കാർഡ് റദ്ദാക്കിയത്. അയോഗ്യത തടയാൻ കളക്ടർക്ക് അപ്പീൽ നൽകാനും ഹൈക്കോടതിയെ സമീപിക്കാനുമാണ് ശ്രീനാദേവിയുടെ നീക്കം. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഗോകുൽ, നേരത്തെ റേഷൻ കാർഡിൽ ഒരു വെട്ടൽ വന്നിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ടാകുന്ന നടപടി എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ശ്രീനാദേവിക്കെതിരായിട്ട് കൂടുതൽ പരാതികളും കൂടുതൽ നടപടികളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീനാദേവി റേഷൻ കാർഡിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പരാതി വന്നിരുന്നത്. തുടർന്ന് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ഈ പരാതി പരിശോധിക്കുകയും അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനാദേവിയുടെ പേര് റേഷൻ കാർഡിൽ നിന്നും വെട്ടുകയും തുടർന്ന് ആ റേഷൻ കാർഡ് തന്നെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ കാർഡ് ഉടമ നിലവിൽ ജീവിച്ചിരിപ്പില്ല എന്ന് പരാതിക്കാർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ റേഷൻ കാർഡ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും അടൂർ RDOയുടെ ഭാഗത്ത് നിന്ന്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. അതായത് വോട്ടർ പട്ടികയിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടിയിരിക്കുകയാണ്. അതായത് ഈ വ്യാജമായിട്ട് പേര് ചേർത്തു എന്ന് പറയുന്ന റേഷൻ കാർഡ് രേഖയായിട്ട് നൽകിക്കൊണ്ടാണ്, ഐഡന്റിറ്റി രേഖയായിട്ട് നൽകിക്കൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ചെയ്തിരിക്കുന്നത്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർക്കെതിരായിട്ടൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും അടൂർ RDO ഇപ്പോൾ നിലവിൽ പേര് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് റദ്ദാക്കിയിരിക്കുകയാണ്. നിലവിൽ ഈ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ അതേ ആളുകൾ തന്നെ റവന്യൂ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ പരാതിയും ഈ നടപടിക്ക് കാരണമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് തനിക്കെതിരെയുള്ള CPIയുടെ പകപോക്കൽ നടപടിയാണ് എന്നുള്ള ആരോപണം തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ ഇതുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുകയാണ്. നിലവിൽ ഈ വോട്ടർ ID റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇവർക്ക് അയോഗ്യത അടക്കം നേരിടേണ്ടതായിട്ട് വരും. ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, അതുകൊണ്ട് തന്നെ എന്തായാലും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നടക്കം വെട്ടി എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വമ്പൻ തിരിച്ചടിയാണ് എന്നുള്ളതാണ്.